പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിവസം, പുതിയ ഒരു പ്രഭാതം, പുതിയൊരാരംഭം. ഈ ദിവസം ഒരു പുതുക്കത്തോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയോടെ, ദൈവവചന ധ്യാനത്തോടെ, ഒരു പുതുക്കത്തോടെ ഈ ദിവസം ആരംഭിക്കുവാൻ തക്കവണ്ണം സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുന്നു. പ്രോവർബ്സ് ചാപ്റ്റർ 24 വേഴ്സ് 16. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഈ വാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്, സുപരിചിതമാണ്. പെട്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ഇന്ന ഭാഗത്താ സദൃശ്യവാക്യത്തിലാണെന്നറിയാമെങ്കിലും വാക്യം എവിടെയാണെന്നറിയില്ലെങ്കിലും വാക്യം നമുക്കറിയാം. കാര്യം ഇത് പലരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്യമാണ്. പലരുടെയും എന്നല്ല, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മിക്ക പേരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ വചനം. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ, ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച ആ മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനത്തിൽ നിന്ന് എഴുതുമ്പം ആ സദൃശ്യവാക്യങ്ങളായി കുത്തിക്കുറിച്ചിരിക്കുന്ന, കോറിയിരിക്കുന്ന വാക്യങ്ങളുടെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഈ വചനം. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഹല്ലേലൂയ. ഈ വചനം അങ്ങനെ തന്നെ, അതിന് വ്യത്യാസമില്ല. കാരണം ശലോമോൻ ഈ വാക്ക് പറയുമ്പോൾ ദൈവം അപ്രൂവ് ചെയ്ത് കൊടുത്തൊരു വാക്യമാണ്. അപ്പോൾ ആദ്യം ഒരു ചോദ്യമുണ്ട്, നീതിമാൻ വീഴുവോ എന്നൊരു ചോദ്യമുണ്ട്. നീതിമാൻ വീഴുവോ? നീതിമാനായിരിക്കുന്ന മനുഷ്യൻ വീഴുമോ? മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, പിശാചി തള്ളി, പക്ഷേ യഹോവ താങ്ങി. എൻ്റെ പേര് കീഴേ ശാശ്വത ഭുജം. കീഴേ ശാശ്വത ഭുജങ്ങൾ താങ്ങുന്നു, കീഴേ ശാശ്വത ഭുജം താങ്ങും. നമ്മൾ തകർന്നു പോകുമ്പോൾ കഴുകൻ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മേൽ വഹിക്കുന്നത് പോലെ ശാശ്വത ഭുജം കൊണ്ട് നമ്മളെ താങ്ങുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വീഴുവോ? വീഴാൻ സാധ്യതയുണ്ട്. വീഴാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊടുങ്കാറ്റടിക്കും. ഒരു നീതിമാനായ വ്യക്തിയാണോ ജീവിതത്തിന്മേൽ കൊടുങ്കാറ്റടിക്കും. കുഞ്ഞെ, നീ നീതിമാനായ വ്യക്തിയാണോ ജീവിതത്തിനകത്ത് നിനക്ക് വഹിക്കാൻ പറ്റാത്തതുപോലെയുള്ള ഓളങ്ങളും തിരമാലകളും ജീവിതത്തിന്മേൽ അടിക്കും. നീ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, നിനക്ക് ഒരുപാട് പേര് എതിരുണ്ടാകും. നീ നീതിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ, കൂടെ പറ്റിച്ചേർന്ന് നിന്നവർ നിന്നെ വിട്ടുപോയെന്ന് വരും. കുഞ്ഞെ, നീ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ, നിന്നെ ചേർത്ത് പിടിച്ച് മരണം വരെ കൂടെ നിൽക്കും, മറ്റൊന്നും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തവർ നാളെ നിന്റെ കൂടെ ഇല്ലെന്ന് വരും. അതെല്ലാം ഓരോ വീഴ്ചകളായിട്ട് വരും. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് നോക്കിക്കേ. ജോസഫ് എന്ന് പറയുന്ന, ദാനിയേൽ എന്ന് പറയുന്ന പഴയ നിയമ ഭക്തന്മാര്, പത്രോസ്, പൗലോസ് ആദിയായ പുതിയ നിയമ ഭക്തന്മാര്, എല്ലാവരെയും ഒന്ന് നോക്കിക്കേ. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ ആദ്യത്തെ വീഴ്ച പൊട്ടക്കിണറ്റിലേക്കാ. എന്താ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല. സഹോദരന്മാർക്ക് ആകെ പറയാൻ, ഇവരൊരു സ്വപ്നക്കാരൻ, അവന്റെ സ്വപ്നം എന്തായി തീരുമെന്ന് അറിയാൻ, അത്രേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത്, അപ്പൻ അങ്കി തയ്പ്പിച്ചു കൊടുത്തു, ഉടുപ്പ് കൊടുത്തു, അതാ 17-ാമത്തെ വയസ്സ് ബർത്ത്ഡേക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു, അതാ പ്രശ്നം. ഇത്രേ ഉള്ളൂ സഹോദരന്മാർക്ക് പറയാൻ. വീഴ്ച 1. പക്ഷെ ആ വീഴ്ചക്കകത്ത്, അതാ ഇവിടെ അന്വർത്ഥമാക്കുന്ന വാക്ക്, വീഴ്ചക്കകത്ത് നിന്ന് പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. സാഹചര്യം മുഴുവൻ എതിരാ. സഹോദരന്മാർ പറഞ്ഞ് അവിടെ കിടന്ന് ചാകട്ടെ എന്ന് പറഞ്ഞ് ഇട്ടതാ. പക്ഷെ പൊട്ടക്കെട്ടിനകത്ത് എഴുന്നേറ്റ് വന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് 20 വെള്ളിക്കാശ് കിട്ടുമെന്നായിട്ടാണെങ്കിൽ പോലും അവനെ എടുത്ത് പൊക്കിയെടുത്തിട്ട് വിറ്റു. അത് ദൈവത്തിന്റെ പദ്ധതി. 2-ാമത്തെ വീഴ്ച മിദ്യാന്റെ കയ്യില്. അന്ന് ഈ ചരിത്രം പറയുന്ന, ഒട്ടകത്തിന്റെ കാലോട് ചേർത്ത് ഈ കുഞ്ഞിന്റെ കാല് ബന്ധിച്ചിട്ട്, ഈ കൊച്ചി ഇറക്കന്റെ 17-18 വയസ്സുള്ള കൊച്ചി ഇറക്കന്റെ കാല് ബന്ധിച്ചിട്ട് കൈ ബന്ധിച്ചു വെച്ചിട്ട് നടത്തും, മരുഭൂമി കൂടെ നടക്കും, ചുട്ടുകൊള്ളുന്ന മരുഭൂമി കൂടെ നടക്കും. അടിമയായിട്ട് പിടിക്കപ്പെട്ടതല്ലേ, വില കൊടുത്ത് വാങ്ങിയ അടിമയാ. അത് വീഴ്ച 2. ചിലപ്പോൾ കണ്ണുനീരിന്റെ ചുടു കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. വേദന സഹിക്കാൻ പറ്റാതെ കൈ ചെങ്ങല കിടക്കല്ലേ,
ആ കൊച്ചു കുരുന്ന് കയ്യിൽ ചെങ്ങല കിടന്നിട്ട് സഹിക്കാൻ പറ്റാത്ത വേദനയോടെ കണ്ണുനീരൊഴുകിക്കൊണ്ട് വീഴ്ച 2. പക്ഷെ അവിടെ തീർന്നില്ല. 3 ഒരു അടിമച്ചന്തയുണ്ട്. മിസ്രൈമിൽ ചെന്നിട്ട് അവിടെ ഒരു അടിമച്ചന്ത. 4 വീഴ്ച 3. അവിടെ ചെന്ന് അടിമച്ചന്തയെ വിലക്ക് വിൽക്കുമ്പം എല്ലാവരും വന്ന് വില പറഞ്ഞ് തട്ടിയും മുട്ടിയും നോക്കി, ഇവൻ ചെറുപ്പക്കാരനാ മിടുക്കനാന്നൊക്കെ പറഞ്ഞ് തട്ടിയും മുട്ടിയും നോക്കുമ്പോൾ എവിടെ ജീവിക്കേണ്ടവനാ, ദൈവത്തെ അറിഞ്ഞവനാ, എന്നിട്ട് എന്താ ഇങ്ങനെ വന്നേ? ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഇല്ല കുഞ്ഞെ, ഇത് വീഴ്ച 4. പക്ഷെ ഇവിടെ നീ തീരത്തില്ല. ഇവിടുന്ന് എഴുന്നേക്കും, അവിടെ നിന്ന് എഴുന്നേക്കും. അവിടെ നിന്ന് കൊണ്ടുപോയി എത്തിയ സ്ഥലം 10 പേരുടെ വീടാ. എല്ലാം സേഫായി ഒരു സ്ഥലം പോലെ തോന്നി. പക്ഷേ അത് അടുത്ത വീഴ്ചയുടെ സ്ഥലമാ, 4ാമത്തെ വീഴ്ചയുടെ സ്ഥലമാ. വിശ്വസ്തനായി നിന്നതുകൊണ്ട്, നീതിമാനായിട്ട് നിന്നതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കപ്പെട്ടു. യജമാനന് പ്രസാദം തോന്നി, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം ഒരു സൈഡ്. മറ്റൊരു സൈഡിൽ ഒരു കണ്ണവൻ്റെ മേലുണ്ട്. പോത്തിഫേറിന്റെ ഭാര്യയുടെ കണ്ണ്, ഒരു ഇസബേൽ കണ്ണുണ്ട്. ആ കണ്ണ് നിന്നെ നോക്കുന്നു. നീ അവിടെ വീണു പോയാൽ അവിടെ തീർന്നു. ജീവിതകാലം മുഴുവൻ പോത്തിഫേറിന്റെ വീട്ടില. പക്ഷേ അവിടെ നീ പാപത്തിൽ വീഴാതിരുന്ന നീ നീതിമാനായ വ്യക്തിയായതുകൊണ്ട്, പാപത്തിന് കൂട്ടി നിൽക്കാത്തതുകൊണ്ട്, നീതിക്ക് വേണ്ടി നിന്നതുകൊണ്ട് അവിടെ ഒരു വീഴ്ചയുണ്ട്. അവിടെ നിന്ന് വീണു. പക്ഷെ അവിടെയും യഹോവ താങ്ങിയ, നീതിമാന്റെ വീഴ്ചയായ യഹോവ താങ്ങുന്ന വീഴ്ച. അവിടെ നിന്ന് ആ പോത്തിഫേറിന്റെ വീട്ടിലെ വീഴ്ചയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന അടുത്ത വീഴ്ച കാരാഗ്രഹം, ജയിലിൽ കൊണ്ട് അടുത്ത വീഴ്ച. ജയിലിൽ കൊണ്ടിടുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ ചെങ്ങലയൊക്കെ ബന്ധിച്ചായിരിക്കും മറ്റേ ആമത്തിലിടുന്നേ. വിലങ്ങ് വെച്ചിട്ടായിരിക്കും ഇടുന്നത്. പൊട്ടിക്കരഞ്ഞോണ്ടായിരിക്കും ഈ ചെറുക്കൻ ഒരു പാപവും ചെയ്യാനിട്ടും. അത് പിന്നെ പാനപാത്രവാഹനോട് പറയുന്നുണ്ടല്ലോ, ഈ കുണ്ടറയിൽ എന്നെ ഇടുവാൻ ഞാൻ ഇവിടെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ തെറ്റ് ചെയ്യാത്ത ഈ മനുഷ്യനെ കൊണ്ടേ ആ കാരാഗ്രഹത്തിനടുത്തിടുമ്പോൾ വേദനയുണ്ട്. പക്ഷേ ഏറ്റവും ആഴത്തിലുള്ള വേദന അവസാനത്തെ വേദനയാണ്. അവിടെ നിന്ന് ഒരു ദിവസം ഒരിക്കലും പുറത്തു വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ലേബൽ ഒട്ടിച്ച് നിന്നെ രാജാവിൻ്റെ ഭടന്മാർ കിടക്കുന്ന, രാജാവിൻ്റെ ആ പട്ടാളക്കാർ കിടക്കുന്ന, രാജ്യദ്രോഹ കുറ്റത്തിന് ചുമത്തപ്പെട്ടവർ കിടക്കുന്ന ജയിലിനകത്തിട്ടിരിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു കൊണ്ടിരുന്ന ഒരു ദൈവശക്തിയുണ്ട്, ഒരു ദൈവകൃപയുണ്ട്. ഇതിൻ്റെ പേരാ ദൈവകൃപ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാ നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. കുഞ്ഞെ, നീ എഴുന്നേൽക്കും. അപ്പൊ തന്നെ മറ്റൊരു കാര്യമുണ്ട്. 37-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ പറയാം, അവന് വേദന ഒട്ടുമില്ലല്ലോ. അഹങ്കാരികൾ, ദുഷ്പ്രവർത്തികർ, അവന് വേദന ഒട്ടുമില്ലല്ലോ. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫും പറയുന്നു, അവർക്ക് വേദന ഒട്ടുമില്ല. അവരുടെ ദുഷ്ടന്മാരുടെ ആ തഴച്ചു വളരുന്നത് കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എന്നാ പറയുന്നത്. എന്നാൽ ഒരു കാര്യമുണ്ട്, അവർ വീണില്ല. ഫറവോനെ എന്ന് നോക്കിയ ഫറവോൻ എന്ന് പറയുന്ന രാജാവ് വീണില്ല. മോശ എന്ന് പറഞ്ഞു, അവ പറഞ്ഞു വേല കഠിനമാക്കിയേരെ. വിചാരന്മാർ നേതൃത്വമുള്ള വേല കഠിനമാക്കി. നാളെ തൊട്ട് വൈക്കോലില്ല, താളടി വെറുക്കണം, എന്നിട്ട് ഇഷ്ടികയുടെ എണ്ണം കുറയും ചില അടിക്കാൻ തുടങ്ങി. ഇതിലേതാ ദൈവം എന്ന് ചോദിക്കുന്ന ചോദ്യമില്ലേ? സത്യദൈവം ഏതാണെന്ന്. അടിമകളായിട്ട് കിടക്കുന്ന, അവരെ കഷ്ടപ്പെടുത്തുന്ന, ഒരു കാരുണ്യമില്ലാതെ അടിക്കുന്ന, ഒരു ദയ തോന്നാതിരിക്കുന്ന ഫറവോന്റെ കൂടെ നിൽക്കുന്ന ദൈവമാണോ എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ചോദിക്കാറില്ലേ? ബാധ 1, 2, 3 തുടർച്ചയായിട്ട് വരികയാ. അപ്പോൾ പറഞ്ഞു, നിന്റെ ജനത്തെ വിട്ടേക്കാം. ഇല്ല, വിടുന്നില്ല. കാര്യമൊക്കെ കഴിഞ്ഞ് പറയാൻ വിടത്തില്ല. പിന്നെ പറഞ്ഞു, കുഞ്ഞുകുട്ടികളെ, സ്ത്രീകളെ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ പുരുഷന്മാർ പോയി ആരാധിച്ചിട്ട് വാ. ഇല്ല, എന്നിട്ടും പറ്റുന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 1, 2, 3 ബാധ, 10 ബാധ. 10 ബാധയിലും തകർന്നു പോയില്ലെന്ന് മാത്രമല്ല, ഒരു വീഴ്ചയും ഉണ്ടായില്ല. ഫറവോന് വർദ്ധിച്ചു വരികയാ. ജനത്തെ അടിക്കുന്തോറും വർദ്ധിച്ചു വരികയാ. അവിടെ എല്ലാ കാര്യവും ബുദ്ധിപരമായി കൂട്ടുന്ന എല്ലാ കണക്കുകൂട്ടലുകളും കൂടുന്ന എല്ലാ കൂട്ടലുകളും സക്സസ് ആവുകയാ. കുഞ്ഞെ നോക്കിക്കേ, ഫറവോൻ ഒരേ ഒരു പ്രാവശ്യമേ വീണുള്ളൂ. ഒറ്റ പ്രാവശ്യമേ വീണുള്ളൂ, ഒരു പ്രാവശ്യം. ഈ ഇസ്രായേൽ ജനം പോകുന്ന വഴിക്ക് പെസഹ ആചരിച്ചവർ ഓടിപ്പോയി ചെങ്കടലെത്തി. അവിടെയും വേദനയാ. ചെങ്കടലിന്റെ അകത്ത് വഴി പിളർന്ന് അക്കരെ എത്തി. അവിടെയും സങ്കടമാ, അവിടെയും ബുദ്ധിമുട്ടാ. ദേ വരുന്നു ഫറവോനും സൈന്യവും. പക്ഷേ ഒന്ന് ചിന്തിച്ചേ, ഫറവോനും സൈന്യവും. ഫറവോൻ ഒരൊറ്റ പ്രാവശ്യമേ വീണുള്ളൂ. ഇതിനായിട്ടല്ലോ നീ ഫറവോനെ നിർത്തിയിരിക്കുന്ന, എൻ്റെ മഹത്വ സർവ്വഭൂമിയിലും കാണിക്കാൻ. നീ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ജയിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ദുഷ്പ്രവർത്തിക്കാരനെ, അല്ലെങ്കിൽ അനീതി ചെയ്യുന്ന ഒരുവനെ കാണുന്നുണ്ട്. അവനെ ഓർത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ആസാവ് പറയുന്നത് പോലെ, നീ വേദനിക്കണ്ട, നീ അസൂയപ്പെടണ്ട. ഒറ്റ പ്രാവശ്യമേ വീഴുള്ളൂ, ഒരു പ്രാവശ്യം. ഫറവോൻ ഒറ്റ പ്രാവശ്യം വീണുള്ളൂ. അതാ രാജ്യത്തിന്റെ വീഴ്ചയാ, അതവൻ്റെ അവസാനത്തെ വീഴ്ചയാ. ഒറ്റ പ്രാവശ്യം. ഈ വാക്ക് ശ്രദ്ധിച്ചേ, ഈ വാക്ക് അന്വർത്ഥമാ. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ഭക്തന്മാരെല്ലാം അങ്ങനെയാ. എന്നാൽ ദുഷ്ടന്മാരോ ഒറ്റ
അനർത്ഥ ദിവസം, ഒരനർത്ഥ ദിവസം, ഒറ്റ ദിവസം ചെങ്കടല് കടക്കുന്ന ഒറ്റ ദിവസം ചെങ്കടൽ വന്നങ്ങ് കൂടി, ആ കൂടി തീർന്നുപോയി. ഒറ്റ പ്രാവശ്യം കൊണ്ട് ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഈ വചന ഹൃദയത്തിനകത്തേക്ക് പതിയട്ടെ. നീ ഒരു നീതിമാനാണോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ, നീ വീഴുകയില്ല. വീണെന്ന് തോന്നുന്നിടത്ത് യഹോവ താങ്ങും, നിന്റെ കരത്തിൽ താങ്ങും, നിന്നെ താങ്ങും. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭജനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നീതിമാൻ അതേ വീണാലും അവൻ എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഇന്ന് ഈ ഈ ഈ ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീഴ്ചയ്ക്കകത്തു കൂടെ കീഴെ ശാശ്വതബോധമായി കഴുകൻ ചിറകന്മേൽ വഹിക്കുന്നത് പോലെ കർത്താവ് വഹിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം കൂടിയിരിക്കും ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും. കർത്താവെ, എല്ലാ അവർ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനത്തോടു കൂടിയിരിക്കും, യാത്രയിൽ കൂടിയിരിക്കും, ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കും. തൃക്കരകളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമുഖത്തോടും നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.